എല്ലാവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആസിഡ് ആൻഡ് ബേസസ് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കാം. ഇൻ ദ എക്സ്പെരിമെന്റ് മെൻഷൻഡ് ഇൻ ജിനൂസ് ഡയറീസ്, ദ ടീച്ചേഴ്സ് മസ്റ്റ് ഹാവ് ആഡഡ് സംതിങ് ടു ദ second tumbler. Which among the following did the teachers add the turn to the pink liquid into yellow? എന്താണ് മാർക്ക് ദ അപ്രോപ്രിയേറ്റ് ബോക്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെൻറ്റ് യു ഹാവ് ഡൺ. എന്താണ് ആഷ് സസ്പെൻഷൻ തന്നിട്ടുണ്ട്, ലൈം ജ്യൂസ്, സാൾട്ട് സൊല്യൂഷൻ, വിനീഗർ, ടമറിൻഡ് വാട്ടർ, ബേക്കിംഗ് സോഡ. അതിലേതാണ് എന്നുവെച്ചാൽ ജിനുവിൻ്റെ ഡയറിയിൽ പറഞ്ഞ പരീക്ഷണത്തിൽ ടീച്ചർ രണ്ടാമത്തെ ടംബ്ലറിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവണം അല്ലേ. പിങ്ക് നിറത്തിലുള്ള ദ്രാവകത്തെ മഞ്ഞയാക്കി മാറ്റാൻ അധ്യാപകൻ ഇനി പറയുന്നതിൽ ഏതാണ് ചേർത്തത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ചേർത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതൊക്കെയാണ്? സാൾട്ട് സൊല്യൂഷൻ, വിനീഗർ, ടമറിൻഡ് വാട്ടർ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡു ദി സബ്സ്റ്റാൻസസ് ദാറ്റ് ടേൺ പതിന്മുഖം വാട്ടർ ഇൻ ടു യെല്ലോ ഹാവ് എനിത്തിങ് കോമൺ ഇൻ ദെയർ ടേസ്റ്റ്? എന്താണ് പതിമുഖം വെള്ളത്തെ മഞ്ഞയാക്കി മാറ്റിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ പൊതുവെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്താ? യെസ്, ദേ ഹാവ് ഓൾ a sour taste അല്ലേ. sour taste, the sour taste is due to the presence of some acid in them അല്ലേ. അതേ, അവയ്ക്കെല്ലാം പുളിരുചിയുണ്ട്, അവയിൽ ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് അവയ്ക്ക് പുളിരുചിയുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. Take blue and red litmus paper in the school laboratory. Dip blue and red litmus papers in these liquids. Tabulate the observation in the science diary. എന്താ ഏതൊക്കെയാ ലിക്വിഡ്സ്? സോപ്പ് വാട്ടർ, ലെമൺ ജ്യൂസ്, ക്ലിയർ ബേക്ക് സോഡ സൊല്യൂഷൻസ്, ക്ലിയർ ലൈം വാട്ടർ, വിനീഗർ, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടർ, ക്ലിയർ ആസ് സസ്പെൻഷൻ അല്ലേ. ഇനി നമ്മൾ എന്താണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഈ ലിക്വിഡ്സിൽ എല്ലാ ലിക്വിഡ്സിലും ഒന്ന് മുക്കി നോക്കുക. അപ്പോൾ എന്ത് കളറാണോ അനുഭവപ്പെടുന്നത് വെച്ചാൽ അതോടെ ടാബ്ലറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വിച്ച് ലിക്വിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്? ലെമൺ ജ്യൂസ്, വിനീഗർ, ബട്ടർ മിൽക്ക്. ഏത് ദ്രാവകമാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? ഓക്കെ, ഇനി ടമറിൻഡ് വാട്ടർ, വിച്ച് ലിക്വിഡ്സ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ? പുളിവെള്ളം ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റിയ ദ്രാവകം ഏതാണ്? ലൈം വാട്ടർ, സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, clear ash suspension. Okay, what are acid are substances that turn blue litmus into red. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ബേസസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റാൻസസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ ആർ ബേസസ് അല്ലേ. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്ന പദാർത്ഥങ്ങളെയാണ് ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിക്കേറ്റർ ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ടു ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ബേസസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. ലിറ്റ്മസ് പേപ്പർ ഈസ് എൻ ഇൻഡിക്കേറ്റർ. എന്താണ്? ആസിഡുകളും ബേസുകളും അവയുടെ നിറം മാറ്റത്തിലൂടെ എന്താണ് തിരിച്ചറിയുവാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഐഡൻറ്റിഫൈ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്, ടാബ്ലറ്റ് ദം. എന്താണ്? ആസിഡുകളുടെയും ബേസുകളുടെയും പൊതുവായ സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ ഏതൊക്കെയാണ്? ആസിഡുകൾക്ക് എന്താണ്? പുളിരുചിയാണ്. സോർ ടേസ്റ്റ്, ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ് അല്ലേ, നീല ലിറ്റ്മസ് ചുവപ്പാക്കുന്നു. ഇനി ബേസസോ? ആൽക്കലൈൻ ടേസ്റ്റ്, എന്താണ്? ആൽക്കലൈൻ രുചിയാണ് അതിന്. പിന്നെ എന്താണ്? ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ അല്ലേ, എന്താണ്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. അത് സ്ലിപ്പറിയാണ്, വഴുവഴുപ്പുള്ളതാണ്. ഓക്കെ, ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് സബ്സ്റ്റാൻസസ് ക്യാൻ ബ്ലൂ ലിറ്റ്മസ് റെഡ്? താഴെ തന്നിരിക്കുന്ന ഈ പറയുന്നവയിൽ ഏതാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നത്? അപ്പം ഓറഞ്ച് ജ്യൂസ്, ബിലിമ്പി, എന്താണ് ഇരുമ്പമ്പുളി ഇല്ലേ നമ്മളെ, അതാണ്. പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. അപ്പം ഇതാണ് നീല എന്താണ് ചുവപ്പാക്കി മാറ്റുന്നത്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ കളർ വെൻ 2 or 3 drops of phenolphthalein
are added to various acid and bases. Similarly, add 2 or 3 drops of methyl orange in acid and bases and observe the changes. ടാബ്ലറ്റ് കളർ ചേഞ്ചസ് എന്താണ് ഈ ആസിഡിലും ബേസിലും 2-3 തുള്ളി ഫിനോത്തിലീൻ ചേർക്കുമ്പോൾ നിറം മാറുന്നത് പരീക്ഷിക്കാനാണ് പറഞ്ഞത്. അതുപോലെ ആസിഡുകളിലും ബേസുകളിലും 2 തുള്ളി മീഥൈൽ ഓറഞ്ചോ പിന്നെ എന്താണ് ഫിനോത്തിലീനോ ഒഴിക്കുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് വരുന്നതെന്ന് ടാബ്ലറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റാൻസസ് ക്യാൻ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്? എന്താണ് ആസിഡുകളുടെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചത്. അതാണ് മീഥൈൽ ഓറഞ്ച്. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് സബ്സ്റ്റാൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ബേസിസ്? എന്താണ് ഫിനോത്തലൈൻ. ഓക്കെ. എന്താണ് ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഫിനോത്തലൈൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റാൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്? എന്താണ് ആസിഡുകളുടെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാവുന്ന പദാർത്ഥം ഏതാണ്? മീഥൈൽ ഓറഞ്ച്. വിച്ച് സബ്സ്റ്റാൻസസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ബേസിസ്? എന്ന ബേസിൻ്റെ സൂചകമായിട്ട് ഉപയോഗിക്കാവുന്ന പദാർത്ഥം ഏതാണ്? ഫിനോത്തലൈൻ. ഓക്കെ. ഇനി അടുത്തത്, ഓൾ ആസിഡ് ഹാവ് ഡാഷ് ടേസ്റ്റ്? എന്താണ് സോർ, പുളിച്ച അല്ലേ. പിന്നെ ഓൾ ബേസ് ഹാവ് ഡാഷ് ടേസ്റ്റ്? ആൽക്കലൈൻ. ആൽക്കലൈൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാരരുചി എന്നൊക്കെ പറയാം കേട്ടോ. ഇനി ഡിപ്പ് യുവർ ഫിംഗേഴ്സ് ഇൻ ഈച്ച് ലിക്വിഡ്സ് ഇൻ ദ സയൻസ് കിറ്റ് ആൻഡ് റബ്ബ് ദ ഫിംഗേഴ്സ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. എന്താണ് പേജ് നമ്പർ 32 നോക്കുക, പിക്ചർ നോക്കുക. വിച്ച് ലിക്വിഡ് ഫീൽ സ്ലിപ്പറി? അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് കിറ്റിൽ നമ്മൾ തന്നില്ലേ ഓരോ ലിക്വിഡ്സ്, അതിലൊക്കെ നമ്മൾ കൈവിരൽ മുക്കി നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് ലിക്വിഡിനാണ് ഈ സ്ലിപ്പറി സ്വഭാവം ഉള്ളത്, വഴുവഴുപ്പ് തോന്നുകയെന്ന്? അപ്പോൾ ഏതാണ്? സോപ്പ് വാട്ടർ തന്നിട്ടുണ്ട്, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ലൈം വാട്ടർ ഉണ്ട്, ആസ് സസ്പെൻഷൻ ഉണ്ട്. അപ്പം സോപ്പ് വെള്ളത്തിൽ നമുക്ക് സ്ലിപ്പാവും അല്ലേ. പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡ ലൈനിലും സ്ലിപ്പാവും, നാരങ്ങ വെള്ളം ആസ് സസ്പെൻഷൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. These have sour taste, so they contain acid. Acid turn blue litmus red. Acid that are found in food items. അപ്പം ഫുഡ് ഐറ്റംസ് അവിടെ തന്നിട്ടുണ്ട്, മെയിൻ ആസിഡ് പ്രസൻസ് തന്നിട്ടുണ്ട്. എന്താണ് ബട്ടർ മിൽക്ക് കേർഡിൽ ലാക്റ്റിക് ആസിഡാണ്, വിനീഗറിൽ അസിറ്റിക് ആസിഡ്, ലെമണിൽ സിട്രിക് ആസിഡ്, ടെമറിൻഡിൽ ടാർട്ടാറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, ഗൂസ്ബെറിയിൽ ആസ്കോർബിക് ആസിഡ്, ടൊമാറ്റോയിലെ ഓക്സാലിക് ആസിഡ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് മിൽക്ക് ടേൺ അസിഡിക് വെൻ ഇറ്റ് ബിക്കം കേർഡ്? എന്താണ് എ ലിറ്റിൽ കേർഡ് ഈസ് ആഡഡ് ടു മിൽക്ക് ടു ടേൺ ഇൻ ടു കേർഡ്. കേർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസിലസ്. The lactic acid that is produced when these bacteria nourished themselves with milk give curd its sour taste. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ പാലിൽ തൈരാക്കി മാറ്റാൻ അല്പം കൂടി തൈര് ചേർത്താൽ മതി. ഓക്കെ. തൈരിൽ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഈ ബാക്ടീരിയകൾ പാലിലെ പോഷണം നൽകുമ്പോൾ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന ലാക്റ്റിക് ആസിഡ് തൈരിന് പുളിച്ച രുചി നൽകുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസിഡ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. ആസിഡ് ഏതൊക്കെയാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഓക്കെ. ഇനി ഏതൊക്കെ ബേസസ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ലൈം നാരങ്ങ, സോഡിയം. ഓക്കെ. ഇനി ഹൈഡ്രോക്സൈഡ് എന്താണ് കാസ്റ്റിക് സോഡ എന്നൊക്കെ പറയും. പിന്നെ എന്താണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ. വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ് വൈൽ ഹാൻഡ്ലിങ് കെമിക്കൽസ്? എന്താണ് രാസവസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അപ്പോൾ എന്താ അവോയ്ഡ് സ്പില്ലിങ് ഓൺ ബോഡി പാർട്സ് അല്ലേ, നമ്മുടെ ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. പിന്നെ ഡോൺ ടച്ച് വിത്ത് ഹാൻഡ്സ്, ഡോൺ സ്മെൽ, ഡോൺ ടേസ്റ്റ്. പിന്നെ എന്താണ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം ദ ബോട്ടിൽ അല്ലേ. എന്താണ് ഒരു കുപ്പിയിൽ നിന്ന് ആസിഡ് പുറത്തെടുക്കുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിക്കുക. പിന്നെ യൂസ് ആൻഡ് ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ് അല്ലേ. ഓക്കെ. വാട്ട് ഷുഡ് ബി ഡു ഇഫ് ആസിഡ് സ്പിൽ?
നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ആസിഡ് ക്യാൻ ഒബ്സർവ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ് അല്ലേ? എന്താണ്? ആസിഡുകൾക്ക് വെള്ളം ആഗിരണം ചെയ്യാനും ചൂട് സ്വതന്ത്രമാക്കാനും കഴിയും. ഓക്കെ, ദേ ക്യാൻ കേസസ് ബേൺ ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി. എന്താണ്? ഇത് ശരീരത്തിൽ വീണിക്കുകയാണെങ്കിൽ പൊള്ളലേറ്റേക്കാം. പ്യൂറിങ് കോൾഡ് വാട്ടർ ഓഫ് ദ എഫക്റ്റഡ് ഏരിയ ഫോർ എ ലോങ് ടൈം ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ ദിസ്. എന്താണ്? പൊള്ളലേറ്റ ഭാഗത്ത് വെള്ളം ഒഴിക്കുക കുറേ നേരം, അതാണ് ഇതിലുള്ള ഫസ്റ്റ് എയ്ഡ്. ഇഫ് ദ ബേൺ ഈസ് സിവിയർ ദെൻ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ അല്ലേ? അപ്പോൾ നമ്മൾ പൊള്ളലേറ്റത് അധികമാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ, ടേക്ക് എ ആസിഡ് ആൻഡ് ബേസസ് ഇൻ സെപ്പറേറ്റഡ് ടെസ്റ്റ് ട്യൂബ്. എന്താണ്? ആസിഡുകളും ബേസുകളും എന്താണ് പ്രത്യേക ടെസ്റ്റ് ട്യൂബുകളിൽ പ്രത്യേകം ടെസ്റ്റ് ട്യൂബുകളിൽ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഡു ദ സബ്സ്റ്റാൻസസ് ദാറ്റ് ടേൺ പതിമുഖം വാട്ടർ ഇൻ ടു യെല്ലോ ഹാവ് എനിത്തിങ് കോമൺ ഇൻ ദെയർ ടേസ്റ്റ്? എന്താ ചോദിച്ചിരിക്കുന്നത്? പതിമുഖം വെള്ളത്തെ മഞ്ഞയാക്കി മാറ്റിയ പദാർത്ഥങ്ങൾക്ക് അവയുടെ രുചിയിൽ പൊതുവായ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ്, ദേ ഓൾ ഹാവ് എ സോർ ടേസ്റ്റ്. ദ സോർ ടേസ്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം ആസിഡ് ദം അല്ലേ? അത് അവയ്ക്കെല്ലാം പുളിരുചിയുണ്ട്. അവയിൽ ചില ആസിഡുകൾ അടങ്ങിയതാണ് അവയ്ക്ക് പുളിരുചിക്ക് കാരണം. ഓക്കെ, ആസിഡ് ആൻഡ് മെറ്റൽ എക്സ്പെരിമെൻറ്റ് നോട്ട്. ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. എന്താണ്? ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മെറ്റീരിയൽ റിക്വയർഡ്. എന്തൊക്കെ മെറ്റീരിയൽ വേണം? അസറ്റിക് ആസിഡ്, മാഗ്നീഷ്യം, ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ഇനി പ്രൊസീജിയർ. എന്തൊക്കെ പ്രൊസീജിയർ? ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഡയലൂട്ട് അസറ്റിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച അസറ്റിക് ആസിഡ് ഒരു ചെറിയ അളവിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് പുട്ട് സം സ്മോൾ ക്ലീൻ പീസസ് ഓഫ് മാഗ്നീഷ്യം ടു ഇറ്റ്. അതിലേക്ക് കുറച്ച് മാഗ്നീഷ്യം ഇടുക, ചെറിയ പീസസ്. ക്ലോസ് ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തമ്പ്. എന്നാണ്? നമ്മുടെ തമ്പനയിൽ ഉപയോഗിച്ച് അത് അമർത്തി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടിൽറ്റ് ഇറ്റ് റെസ്റ്റ് ഓഫ് സ്ലൈറ്റ്ലി. എന്താണ്? അത് കുറച്ച് ചരിക്കാൻ, ടെസ്റ്റ് ട്യൂബ് ചരിക്കാൻ പറഞ്ഞു. ബ്രിങ് എ ബേണിംഗ് മാച്ചിക് എന്ന് കത്തിച്ച ഒരു തീപ്പെട്ടി കൊള്ളി അതിൻ്റെ അടുത്തേക്ക് പിടിച്ചിട്ട് നമ്മുടെ കൈവിരൽ പതുക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്? ഓക്കെ, ഇനി ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ കളർലെസ് ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് ഇൻ ഫ്രം ഓഫ് ബബിൾസ്. ഇറ്റ് മേക്ക് എ ഫീൽ ഓഫ് ലിറ്റിൽ പ്രഷർ അല്ലേ ഓൺ ദ തമ്പ് ക്ലോസിങ് ദ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ കൈ തമ്പനയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ അതിൽ കുറേ ബബിൾസ് വന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ചെറിയൊരു പ്രഷർ ഉണ്ടാക്കും. ദ ഗ്യാസ് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. നമ്മൾ ആ കൈ തമ്പനയിൽ മാറ്റുമ്പം എന്ത് ചെയ്യും? ഒരു പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് അത് കത്തും. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഫറൻസ് എന്താ പറയുക വെച്ചാൽ വെൻ അസറ്റിക് ആസിഡ് റിയാക്ട് വിത്ത് മാഗ്നീഷ്യം ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ്. എന്താണ്? അസറ്റിക് ആസിഡ് എന്താണ്? മാഗ്നീഷ്യവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന വാതകം രൂപപ്പെടുന്നു. ഓക്കെ, ഇത് ഹൈഡ്രജൻ കത്തുന്ന ഒരു വാതകമാണ്. ഓക്കെ, ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഇൻഫറൻസസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഇനി പറയുന്ന സാഹചര്യങ്ങൾ കാരണം വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മെറ്റൽ കണ്ടെയ്നർ ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. എന്താണ്? അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. എന്താ കാരണം? പിക്കിൾ കണ്ടെയ്ൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ദ ന്യൂ സബ്സ്റ്റാൻസസ് ഫോംഡ് മെനി കേസസ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് അല്ലേ? എന്താണ്? അച്ചാറിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു. അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എർത്തൻ വിസിൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ബട്ടർ മിൽക്ക്. എന്താണ്? മോരും തൈരും ചേർന്ന വിഭവങ്ങൾ പാചകം ചെയ്യാൻ സാധാരണയായി മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം the lactic acid presence in the buttermilk will react with the metallic vessels and cases of damage. Moreover, the cooked items will cases of health problems. Therefore, earthen pot is suitable to cook dishes with curd and buttermilk. മോരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ലോഹപദാർത്ഥങ്ങളുമായി പ്രവർത്തിക്കുകയും നാശമുണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല വേവിച്ച വിഭവം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ മോരും തൈരും ചേർന്ന വിഭവം പാചകം ചെയ്യാൻ
മൺപാത്രം അനുയോജ്യം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കാം. In my opinion, liquids that can be turned blue litmus to red: orange juice, വിളിമ്പി, grape juice, tomato juice. ഓക്കെ, coconut water. ഓക്കെ, ഇതൊക്കെ എന്താണ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ് എന്നാണ് പതിമുഖം. ഓക്കെ, വിച്ച് ആസിഡ് യൂസ്ഡ് ടു ഓട്ടോമൊബൈൽ ബാറ്ററീസ് എന്നാണ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓക്കെ, ഇനി വാട്ട് ആർ ദ യൂസസ് ഓഫ് വിനീഗർ ഇൻ പിക്കിൾ, ഇൻ കുക്കിംഗ്, ഫോർ പ്രിസർവേഷൻ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്, റിമൂവ് സ്റ്റെയിൻ ഫ്രം upholstery അല്ലേ, ആൻഡ് കാർപ്പറ്റ്സ്. ഓക്കെ, ഇനി ടു റിമൂവ് ദ ലേബേഴ്സ് ആൻഡ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ വിനീഗർ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ബേസിസ് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഗ്ലാസ് മാനുഫാക്ചറിങ് ടു റെഡ്യൂസ് ദ ആസിഡിറ്റി ഓഫ് സോയിൽ. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ടു മേക്ക് മെഡിസിൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്, നോക്കാം. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നോട്ട്സ് തന്നതാണ്. ഓക്കെ, ഇനി എക്സ്ട്രാ നോട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയണം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.